ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹുവാണ്. അവന്റെ ജലാലത്തിന്റെ ഇസ്മിൽ തന്നെയാണ് ഈ ലോകം നിലകൊള്ളുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലോകം അവസാനിക്കില്ല സഹാബ, ലാ തഖൂമു സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ഈ ലോകത്ത് നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും തുടർത്തി പറയുകയാണ്, ലാ തഖൂമു സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ അവസാനം അല്ലാഹ് എന്ന് പറയുന്ന വചനം ഈ ലോകത്ത് നിന്ന് എടുത്തുയർത്തപ്പെടുന്ന സമയമെന്നാണ് അന്ന് ഈ ലോകത്തിന്റെ പര്യവസാനമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇന്നും നിലക്കാത്ത ബാങ്കുവിളികളുമായി ലോകം കടന്നു പോകുന്നത്, ഇന്നും നിലക്കാത്ത ഇഖാമത്തുമായി ജനങ്ങൾ കടന്നു പോകുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോ അവന്റെ കാതിൽ കേൾപ്പിക്കുന്നതും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും അവനെ മുൻനിർത്തിക്കൊണ്ട് തക്ബീർ ചെല്ലുകയാണ്, അല്ലാഹു അക്ബർ. നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അവനെ ഖബറിലേക്ക് ഇറക്കുകയാണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. അല്ലാഹ് എന്ന വചനം കേട്ടുകൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് ജനിക്കരുത്, ഈ ലോകത്തേക്ക് പിറവിയെടുക്കരുത്, ഈ ലോകത്ത് നിന്ന് വിട പറയലും വരുത്. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന വചനം അവസാനിപ്പിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് വലിയ കൂലിയാണ്, ഉന്നതമായ സ്വർഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കി ജീവിക്കണേ. മതനിരാസത്തിന്റെ വക്താക്കൾ കൂടി വരുന്ന കാലമാണ്, ലിബറലിസത്തിന്റെ വാദം കൂടി വരുന്ന കാലഘട്ടമാണ്. സ്വതന്ത്രരായി ജീവിക്കണം, ഞങ്ങൾക്ക് പറന്നു നടക്കണമെന്ന് പറയുന്നതായ മക്കളുള്ള കാലഘട്ടമാണ്. അതിനുവേണ്ടി ചെറിയ മക്കൾക്ക് സമ്പത്ത് കൊടുത്ത്, മൊബൈൽ ഫോൺ കൊടുത്ത്, വീട് കൊടുത്ത്, കാറ് കൊടുത്ത്, പെണ്ണ് കൊടുത്ത്, എന്തെല്ലാം കൊടുത്തുകൊണ്ട് ജനങ്ങളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമോ? അതിന്റെ പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് മതനിരാസത്തിന്റെ വക്താക്കൾ നിലകൊള്ളുമ്പോ ചെറിയ മക്കൾ പെട്ടുപോവുകയാണ്. അല്ലാഹുവേ, പടച്ചറപ്പേ, ഞങ്ങളുടെ മക്കൾ അതേ കാക്കണേ അല്ലാഹ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാൻ കിട്ടുക എന്നുള്ളതല്ല കാര്യം, ആ ഈമാൻ പോകാതെ മുറുകെ പിടിക്കലാണ് കാര്യം. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം, ഞങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് നയിച്ചതിനു ശേഷം ഇതൊരു സാധാരണ പാന്താവല്ല എന്ന് വ്യക്തമായി തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 അംബിയാ മുർസലീങ്ങൾ ചേർത്ത് പിടിച്ചതാകുന്ന തൗഹീദിന്റേതാകുന്ന ഭാഗമാണ്. ശേഷം കടന്നു വന്നത് മുഴുവനും ഇമാമിങ്ങളാണ്, അയിമ്മത്തുകളാണ്, താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങളാണ്, അയിമ്മത്തുകളാണ്, ഔലിയാക്കളാണ്. വഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഖവാജ മുഈനുദ്ദീൻ നിസ്സീൽ അജ്മീരി തങ്ങളും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളും മമ്പുറം തങ്ങളും സിഎം വലിയുള്ള അടക്കമുള്ള മഹാന്മാര് ചേർത്ത് വെച്ചതാകുന്ന ദീനാണ്. ഇത് മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. യുദ്ധത്തിലേക്ക് ഇറങ്ങിയതാകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഇതാ വെട്ടുകയാണ്. 21 വയസ്സുള്ളതാകുന്ന ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോ മക്കയിൽ നിന്ന് ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരാണ്. 3 വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു. അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ്, അക്രമമാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും 7 വർഷം ഹബശയിൽ പോയി പലായനം നടത്തുക
നടത്തുകയാണ്, എത്യോപ്യയിൽ ജീവിക്കുകയാണ്. 10 വർഷത്തിനു ശേഷം 33-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരുകയാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധത്തെ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനോട് പറയുമ്പോ ഇറങ്ങി തിരിച്ചത് ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു ആണ്. 33-കാരനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് 3 പേരെ ക്യാപ്റ്റനാക്കിയ പ്രമുഖനാണ്. യുദ്ധത്തിൽ പരിശുദ്ധ പ്രവാചകൻ കൊടുത്തതാകുന്ന കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട്, വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്കെതിരിൽ അടരാടുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടിമാറ്റുകയാണ്. ഉടനെ തന്നെ നിലത്ത് വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തി നിൽക്കുമ്പോൾ ഊങ്ങിക്കിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ ഇടത് കാലുകൊണ്ട് കൈ ചവിട്ടി പിടിച്ചിട്ട് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മാറ്റുകയാണ്. രക്തം വാർന്നൊലിക്കുകയാണ്. ഇടത് കയ്യിൽ പിടിച്ചതാകുന്ന പതാകയുമായി, ഏത് പതാകയാണ്? ആദം നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും സാലിഹ് നബി അലൈഹിസ്സലാമും ഹൂദ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും സക്കരിയ നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം വരുന്നതാകുന്ന സ്വഹാബത്ത് ചേർത്ത് വെച്ചതാകുന്ന അമ്പിയാക്കളെ ചേർത്ത് വെച്ചതാകുന്നതായ പതാക ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്കെതിരേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും യുദ്ധം വല്ലാതെ കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടിമാറ്റേണ്ട നേരം ബഹുമാനപ്പെട്ടവർ തന്റേതാകുന്ന കൊടി തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ തോളം കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. 33-കാരനായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാകുന്ന ചെറുപ്പക്കാരനാകുന്ന യുവകോമളനാകുന്ന ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ്, സഹബ വഹുവ യതീറു ഫിൽ ജന്നാ കമാ തതീറു ത്വയ്റു ഫിൽ ഹവാ. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതാ സ്വർഗ്ഗത്തിൽ പറന്നു നടക്കുകയാണ്. സഹബ, ഏതുപോലെ ഈ ദുനിയാവിൽ പക്ഷികൾ പറന്നു നടക്കുന്നത് കണ്ടില്ലയോ? അദ്ദേഹത്തിന് 2 ചിറകുകൾ അല്ലാഹു സമ്മാനിച്ചിരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് നൽകപ്പെട്ട 2 ചിറകുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾ വെട്ടിമാറ്റിയ കരങ്ങൾക്ക് പകരമായി അല്ലാഹു നൽകുകയാണ്. അതുമായി അദ്ദേഹം പറന്നു നടക്കുകയാണ് സ്വർഗ്ഗത്തിൽ. സഹബ എന്ന് ആദരവായ ശഫീആയ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും, നിന്റെ കൈ പോയാലും, നിന്റെ കാല് പോയാലും, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ വെട്ടി ഇഞ്ചിഞ്ചായി നീ നുറുക്കിയാലും, മനുഷ്യ സഹോദരാ സഹോദരി, ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ലോകത്ത് പല രീതിയിലുള്ള ആളുകൾ കടന്നു വരും. ഫെമിനിസത്തിന്റെ വാദവുമായി സഹോദരിമാർ കടന്നു വരും. മോശപ്പെട്ട സംസ്കാരങ്ങൾ വാദിപ്പുണരാൻ ഈ ഉമ്മത്തിനെ നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും. ഈ ദീനിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ്, അവരെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നു വരും. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അണിവിട വ്യതിചലിക്കല്ലേ, വ്യതിചലിക്കല്ലേ. അല്ലാഹു അലൈഹാ ബിന്നവാജിദി. അണപ്പല്ലുകൊണ്ട് ദീനിനെ മുറുകെ പിടിക്കണേ ഹബീബുനാ റസൂലുള്ളാഹി. ഈ ദീനിനെ വിട്ടുപോകാൻ പാടില്ല, മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കണം. ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത്. പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും, സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും. ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ദീൻ പറ്റുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല, വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഖാദിയാനിയിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഈ അടുത്തിടെ എന്റെ അടുക്കൽ വന്ന അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചൊല്ലിക്കൊടുത്തു. ഖാദിയാനിയിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത്. അഹമ്മദ് ഖാദിയാനിയാണ് അവസാനത്തെ പ്രവാചകർ എന്ന് വാദിക്കുന്നവർ. ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ എല്ലാ ഇമ്മത്തുകളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വാദിച്ച് നിലകൊള്ളുന്നവർ പെട്ടുപോവാണ്. ചിലരിങ്ങനെ പാരമ്പര്യമായി പെട്ടുപോകുന്നു. ചിലർ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വിജ്ഞാനങ്ങൾ തേടുന്നു, അത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലല്ലോ ഇൽമു പഠിക്കേണ്ടത്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ ഖുതുബി. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം നവവി തങ്ങൾ അദ്ദേഹം ശർഹുൽ മുഹദ്ദബിൽ മജ്മൂഇന്റെ ആമുഖത്തിൽ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നു, ഇൽമു നീ പിടിക്കേണ്ടത് ആരിൽ നിന്നാണ്? പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. അവർ കിതാബിൽ നിന്ന് അർത്ഥം വെച്ച് തരും, അത് നീ മനസ്സിലാക്കി പഠിക്കണം. ലാമിൻ ബുത്തൂനിൽ കുതുബ്, കിതാബിന്റെ ഉള്ളറകിൽ കിടക്കുന്നത് നീ നേരിട്ട് വായിച്ചാൽ, ഒരുപക്ഷെ അറബി എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വായിച്ചാലും നീ പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അവനാണ് ഒരു സനദ് മുത്തസ്സിലാകണമെന്ന് പറയുന്നത്. ഉസ്താദുമാരിൽ നേരിട്ട് അറിവ് നമ്മൾ നുകരണം. അവർ പഠിച്ചത്, അവർ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ പഠിക്കണം. സംശയമുള്ളത് അവരോട് ചോദിച്ച് സംശയങ്ങൾ നമ്മൾ തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു.